ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 26 ഇന്ന് നമുക്ക് ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആണ്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസം. അതുപോലെ തന്നെ നമുക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്നാണ് നമ്മുടെ 3 നോമ്പ് തുടങ്ങുന്നത്. നിനവേ നോമ്പെന്നും യോനായുടെ നോമ്പെന്നുമൊക്കെ ഇതിന് പേരുണ്ട്. ധനഹ തിരുനാളിൻ്റെ പകുതിയാകുമ്പോൾ 3 ദിവസം നമ്മൾ നോമ്പ് നോക്കുന്നു. അതായത് വലിയ നോമ്പ് തുടങ്ങുന്നതിനേക്കാൾ 18 ദിവസം മുമ്പുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ഈ 3 നോമ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ 3 നോമ്പ് കുറുവിലങ്ങാട് പള്ളിയിലാണ് വലിയ കേമമായിട്ട് ആഘോഷിക്കുക. കുറുവിലങ്ങാട് പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ഈ 3 നോമ്പ്. യോന പ്രവാചകൻ്റെ മാനസാന്തരത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്നതാണ് ഈ തിരുനാൾ. നിനവക്കാരുടെ യാചന എന്നും ഈ തിരുനാൾ അറിയപ്പെടുന്നുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സുറിയാനി സഭയിൽ ഇത് പ്രചാരത്തിലുള്ളതാണ്. മാർത്തോമ നസ്രാണികളും പരമ്പരാഗതമായി ഈ നോമ്പ് ആചരിച്ചിട്ടുണ്ട് എന്ന് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് റോസ് 1612 എഴുതിയ കത്തുകളിൽ സാക്ഷിക്കുന്നുണ്ട്. 3 നോമ്പ് പ്രധാനമായും വലിയ തിരുനാളായി ആഘോഷിക്കുന്നത് കുറുവിലങ്ങാട് പള്ളിയിലാണെന്ന് നമ്മൾ കണ്ടുവല്ലോ. പാപത്തിൽ നിബദിച്ച നിനേവ നിവാസികളെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിക്കാൻ ആ പട്ടണത്തിൽ പോയി പ്രസംഗിക്കണമെന്ന് ദൈവം നൽകിയ ആജ്ഞ ധിക്കരിച്ചുകൊണ്ടാണ് യോനാ പ്രവാചകൻ താർസിസിലേക്ക് കപ്പൽ കയറിയത്. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത കപ്പൽ ഉഗ്രമായ തിരമാലകളിലും കൊടുങ്കാറ്റിലും പെട്ട് അപകടത്തെ അഭിമുഖീകരിച്ചു. ഇതിന് കാരണക്കാരൻ ആരാണെന്നറിയാൻ നാവികർ കുറിയിട്ടപ്പോൾ കുറി വീണത് യോനാൻ്റെ പേരിലായിരുന്നു. അങ്ങനെ യോനായുടെ സമ്മതപ്രകാരം നാവികർ അദ്ദേഹത്തെ കടലിലെറിഞ്ഞു. യോനായെ ഒരു തിമിംഗലം വിഴുങ്ങി 3 രാവും 3 പകലും അദ്ദേഹം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് അനുതാപപൂർവം പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം പോലെ തിമിംഗലം യോനാനെ കടൽക്കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. തെറ്റ് ചെയ്ത യോനാൻ പ്രവാചകന് പിന്നീടുണ്ടായ സുസ്ഥിതി മാതൃകയാക്കി 3 ദിവസം നോമ്പിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായിട്ട് നാം ആചരിക്കുന്നതാണ് ഈ 3 നോമ്പ്. പ്രിയ സഹോദരങ്ങളെ, ഈ 3 ദിവസം നമുക്ക് നോമ്പെടുക്കാം. വലിയ നോമ്പിൻ്റെ മുന്നോടിയായി നമുക്കും നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിക്കാം. ഇന്ന് പ്രത്യേകം നമുക്ക് ഓർക്കാം, ദൈവം എന്തിനാണോ നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് അത് നമ്മൾ ചോദിക്കാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നാണ് ദൈവത്തോട് ചോദിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ സൃഷ്ടിയുടെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സഹനങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. നമ്മൾ ദൈവം ആഗ്രഹിച്ച പദ്ധതി പൂർത്തീകരിക്കാൻ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കാനുള്ള ശക്തി കിട്ടുമായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ജോലി ചോദിച്ചിട്ട് ജോലി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. എന്നിട്ട് തരുന്നില്ലെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതി വേറെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. യോനായോട് ദൈവം പറഞ്ഞത് നിനവേൽ പോയി പ്രസംഗിക്കാനാണ്. അതനുസരിക്കാണ്ട് താർസിസിലേക്ക് കപ്പൽ കയറി. അപ്പോൾ യോന എവിടെ പോകുന്നുണ്ടോ, എവിടെയായിരിക്കുന്നോ അവിടെയൊക്കെ ഈ ഭൂകമ്പവും പ്രകൃതിക്ഷോഭവും കടലിളക്കവും ഒക്കെ ഉണ്ടാകുകയാണ്. അതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞ പദ്ധതിക്ക് വേണ്ടിയല്ല യോന ജീവിച്ചത്, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും. ആ പദ്ധതിയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കടൽക്ഷോഭവും ജീവിതത്തിലെ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകും.
നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ദൈവത്തിന് എന്താണ് എന്നെക്കുറിച്ചുള്ള ശരിയായ പദ്ധതി? അത് നമുക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അനുതാപത്തോടെ മാപ്പ് പറഞ്ഞുകൊണ്ട് പരിഹാര പ്രാർത്ഥന ചെയ്ത് നമ്മൾ ഈശോയോട്, പിതാവായ ദൈവത്തോട് ഇങ്ങനെ പറയണം: ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്? അതും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തമ്പുരാനെ, നിൻ്റെ പദ്ധതിക്കനുസരിച്ച് എന്നെ നയിക്കണമേ. അതിനായിട്ട് എൻ്റെ ജീവിതം ഇതാ പൂർണ്ണമായിട്ട് നൽകുന്നു, സമർപ്പിക്കുന്നു. എന്താണോ അങ്ങയുടെ പദ്ധതി അതിനനുസരിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ സഹനങ്ങളും കർത്താവെ, അതിനായിട്ട് ആ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കാനായിരിക്കാം കർത്താവ് ഈ സഹനങ്ങൾ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ വിശുദ്ധരും നമ്മുടെ ചുറ്റും ക്യാൻസർ വന്നു, 21കാരി വളരെ ദാരുണമായി മരിച്ചു. എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട് കർത്താവിന്. എലിസബത്ത് സാൻഡായുടെ ഡയറി വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് അടിക്കടി അസുഖം വരുന്നത്? എന്താ മാറാത്തെ? ഈശോ കൊടുത്ത മറുപടി നമ്മൾ കേട്ടില്ലേ? അവൾ പാപത്തിൻ്റെ അവസ്ഥയിൽ അവളുടെ ആത്മാവ് പ്രലോഭനങ്ങളിലാണ്. അവളെ നേടിയെടുക്കാൻ ഈ രോഗം ആവശ്യമാണ്. ചിലപ്പോൾ ചില രോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ മരണപ്പെടുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി ആ കുടുംബത്ത്, ആ ജീവിതം അത്രേ വേണ്ടു എന്നുള്ളതാണ്. അതിന് മുന്നോട്ട് പോയാലും ചിലപ്പോൾ ഉപയോഗപ്രദമാകില്ല. നമുക്കൊന്നും അറിയില്ലല്ലോ. കർത്താവിനെല്ലാം അറിയാം. ദൈവം നമ്മുടെ ദ്രോഹത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലല്ലോ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പൊന്നോമന കുട്ടന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സഹനങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഈ സഹനങ്ങളൊക്കെ എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ഇത്ര നാൾ ജീവിക്കണം, നമ്മുടെ ജീവിത പങ്കാളി ഇത്ര നാൾ ജീവിക്കണം, നമ്മൾ ഇത്ര നാൾ ജീവിക്കണം. ഇതൊക്കെ നമ്മുടെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അഥവാ ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്. നമ്മൾ ഈ അവസാന കാലത്ത് ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടുള്ളൂ. ദൈവമേ, നിൻ്റെ പദ്ധതിക്കനുസരിച്ച്, സുഭാഷിതം 16:1 പറയുന്ന പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. കർത്താവിന് എന്താണ് നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതി, അതിനനുസരിച്ച് ഞങ്ങളെ നടത്തിക്കൊണ്ട് പോകണേ എന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണമായും ദൈവത്തിന് നമ്മെ വിട്ടുകൊടുത്ത് ജീവിക്കാൻ, നമ്മൾ ചെയ്ത പാപങ്ങളെക്കുറിച്ചൊക്കെ അനുതപിക്കാൻ. കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളോട് പൊറുക്കണമേ. നിൻ്റെ തിരുഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം, ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മരുമക്കളുടെയും കുഞ്ഞുണ്ണികളുടെയും ഒക്കെ ജീവിതം അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് അങ്ങ് വാർത്തെടുത്തോളൂ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ചിലപ്പോൾ കുഞ്ഞുണ്ണികൾ മരണപ്പെടുന്നുണ്ടാകാം. അതിൻ്റെ പിന്നിൽ വലിയ പദ്ധതിയുണ്ട് കർത്താവിന്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. ഈ 3 ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് അനുദപിക്കാം. യോനായുടെ പോലെ, കർത്താവെ, നീ ഞങ്ങളോട് വേറൊന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ, ഞങ്ങൾ വേറൊന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ഹിതത്തിനനുസരിച്ചൊന്ന് ക്രമപ്പെടുത്താൻ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണമേ. പിതാവായ ദൈവമേ, പുത്രൻ്റെ ബലി സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണല്ലോ ബലി സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ പാപത്തിൽ നിന്നും വിമുക്തമാക്കണമേ. വീണ്ടും വീണ്ടും ചെയ്തു പോയ പാപങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് ഈ 3 ദിവസം ആത്മാർത്ഥമായിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കാം. ഒറ്റ പ്രാർത്ഥനയേ വേണ്ടൂ. ദൈവത്തിൻ്റെ പദ്ധതി എന്നെക്കുറിച്ച് എന്താണ്, ആ പദ്ധതിക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോകാനുള്ള വെളിവ്, പരിശുദ്ധാത്മാവിൻ്റെ വെളിവ് നൽകണമേ, ബുദ്ധി നൽകണമേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേദന വന്നാലും, എത്ര വലിയ രോഗം വന്നാലും, ആരൊറ്റപ്പെടുത്തിയാലും, നമ്മൾ ചെയ്യുന്നത് ഒന്നും ശരിയായില്ലെങ്കിലും
നമ്മൾ നന്മ ലക്ഷ്യമാക്കിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിനോട് നമുക്ക് വളരെ ശക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, ദൈവമേ നിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ അത് നടന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും നടക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കില്ല. അതല്ലെങ്കിൽ കുറച്ച് കാലത്തെ സഹനത്തിന് ശേഷം ദൈവം എല്ലാം ശരിയാക്കും. അത്രയും കാലം, ഈ 3 ദിവസം യോനാ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള 30 വർഷം. അങ്ങനെ നമുക്ക് ചിന്തിച്ച് ആശ്വസിക്കാം. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാനുള്ള കൃപ ഈ 3 ദിവസം നമുക്ക് ചോദിച്ചു വാങ്ങാം. പണ്ടൊക്കെ കുറുവിലങ്ങാട് 3 ദിവസം കുടില് കെട്ടി ദേവാലയത്തിന് ചുറ്റും താമസിച്ച് ഈ നോമ്പിൽ പങ്കെടുക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. വലിയ നോമ്പിൻ്റെ 18 ദിവസം മുമ്പുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ഈ 3 നോമ്പ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ച ലോകപ്രശസ്തമായ കപ്പൽ പ്രദക്ഷിണം നമുക്ക് കുറുവിലങ്ങാട് കാണാൻ കഴിയും. അതാണ് അവിടുത്തെ വലിയൊരു പെരുന്നാൾ. അങ്ങനെ കപ്പലിളകുന്നതും പിന്നീട് യോനാനെ വലിച്ചെറിഞ്ഞപ്പോൾ കപ്പൽ ശരിയായതും ഒക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അത് ആ തിരുനാളിൻ്റെ അന്ന് വലിയ തിരുനാളാണ് കുറുവിലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിൽ. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ധനഹാ തിരുനാളിൻ്റെ പകുതിയിൽ 3 നോമ്പ് ആചരിക്കാം. അത് നമ്മുടെ വലിയ നോമ്പിൻ്റെ മുന്നോടിയാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണാവോ പദ്ധതി? അതിനു വേണ്ടി നമ്മൾ ഓടി നടന്നിട്ടില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ, നിയോഗം നടക്കാൻ എണ്ണി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കാത്തിരിക്കുകയാണ്. എന്തിന്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം. അത് നല്ലതായാലും മോശമായാലും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അത് നടന്നില്ലെങ്കിൽ എന്തെങ്ങനെ നടക്കാത്തെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്താണ് ഒരു പദ്ധതി? ഒരു ഉദാഹരണത്തിന്, ആമാശയത്തിൽ ക്യാൻസർ വ്യാപിച്ച് ഇപ്പോൾ ക്യാൻസർ രോഗിയായിട്ട് ഞാനിരിക്കുമ്പോൾ പലരും ചോദിക്കും, എന്താ അലസിച്ച് ഇങ്ങനെ വന്നത്? ഞാൻ പറയാം, എന്താ അലസിച്ച് ഇങ്ങനെ വന്നതെന്നോ? എന്താണെന്ന് നമുക്കറിയില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ്, അല്ലാതെ വേറെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഈശോയുടെ പദ്ധതിയാണ് ഇങ്ങനൊരു രോഗം നമുക്ക് വരണം എന്നുള്ളത്. ആ രോഗത്തോടനുബന്ധിച്ച് പല നന്മ പദ്ധതികളും ദൈവത്തിൻ്റെ മനസ്സിലുണ്ടാകും. നമുക്കത് മനസ്സിലാകുന്നില്ല. വേദന സഹിക്കുമ്പോൾ നമ്മൾ പറയും, ഇതെന്താ ദൈവം ഇങ്ങനെ? പിന്നെ അതിനോട് ചേർത്ത് ചിലരെ കൂട്ടിച്ചേർക്കും, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ കണ്ടുമുട്ടിയ എല്ലാ വ്യക്തികളും ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയും, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ? എന്താ ഈ പറയണത്? നമ്മൾ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സംസാരത്തിലും ചിന്തയിലും ഒക്കെ തെറ്റാണ് നമുക്ക്. പ്രവൃത്തികളിൽ വരുന്ന തെറ്റ് പിന്നെ. നമ്മുടെ സംസാരത്തിലും ചിന്തകളിലും എപ്പോഴും തെറ്റ് തന്നെയാണ്. ദൈവം വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിച്ചിട്ടുള്ളതും. നമ്മുടെ ബിസിനസ് കൊണ്ടുപോകുന്നതോ, നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതോ, നമ്മുടെ ഭക്ഷണം കൊണ്ടുപോകുന്നതോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് മാപ്പ് പറയാം. ഈശോ വിചാരിക്കുന്ന പോലെ, പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എന്താണ് ആഗ്രഹിച്ചത്, ആ ആഗ്രഹം എന്തായിരുന്നു എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം കൊണ്ടുപോകാനും ഉള്ള കൃപയ്ക്കായിട്ട് ഈ 3 ദിവസം പ്രാർത്ഥിക്കാം. നമുക്ക് പിതാവിനോട് മാപ്പ് പറയാം. സൃഷ്ടാവായ ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവേ, ലോകത്തിൻ്റെ അധിപനായ സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അങ്ങേക്കുണ്ടായ പദ്ധതിയും അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് തിരിച്ചറിയാനും അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതം കൊണ്ടുപോകാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, പറയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ച തീരുമാനങ്ങൾ ഒക്കെ വീണ്ടും വീണ്ടും തെറ്റിപ്പോകുമ്പോൾ പിതാവേ, ഞങ്ങൾക്കതിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവിക പദ്ധതിക്ക് അനുസരിച്ചല്ല നീങ്ങുന്നതെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ കിടന്ന് ആ ജീവിതമാകുന്ന കപ്പൽ ഒലഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഒലഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെയും ഒലഞ്ഞുകൊണ്ടിരിക്കും. എവിടെ നമ്മൾ ഓഫീസിലാണ് പോകുന്നത്, നമ്മൾ ശരിയല്ലെങ്കിൽ അവിടെ ആകെ പ്രശ്നമായിരിക്കും.
നമ്മളായിരിക്കുന്നൊരു സമൂഹത്തിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നില്ല. ദൈവം നമ്മോട് ക്ഷമിക്കാനും സഹിക്കാനും ശൂന്യമാവാനാണ് പറയുന്നതെങ്കിൽ നമ്മളതവിടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമൂഹ ജീവിയാണോ? ആ സമൂഹം കിടന്ന് ആടിയുലയും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ശരിയാവാത്തത് കൊണ്ടാണ്, ഞാൻ ശരിയാവാത്തത് കൊണ്ടാണ്. ഈ കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് അല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളായിരിക്കുന്ന ആ സ്ഥലം അസ്വസ്ഥമാകുന്നത്. നമ്മളോട് കർത്താവ് പറയുന്നത് പൂർണ്ണ ക്ഷമയാണ് കുരിശിലൂടെ കാണിച്ചു തരുന്നത്. ആ പൂർണ്ണ ക്ഷമ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാതാകുമ്പോഴാണ് നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ പ്രശ്നം. കാരണം മറ്റുള്ളവരിലാണ് കുറ്റം, മറ്റുള്ളവരാണ് ശരിയല്ലാത്തത്, ഞാൻ ശരിയാണ്. ഈശോ നമ്മളോട് അങ്ങനെയല്ല പറയുന്നത്. ഞാനാണ് പാപി, അതുകൊണ്ട് ഞാൻ ശരിയാകണം. ഈ 3 ദിവസം നമുക്ക് ഈ ചിന്തയിലൂടെ നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതൽ 3 ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസം 3 നോമ്പാണ്. ചൊവ്വാഴ്ച അവിടെ കപ്പൽ പ്രദർശനം നടക്കുന്ന ഒരു ദിവസമാണ്, വലിയ തിരുനാൾ ദിവസവുമാണ്. നമുക്ക് നമ്മുടെ വീടുകളിലിരുന്ന് മനസ്സിനെ ശാന്തമാക്കി സ്വയം പരിശോധന ചെയ്ത് ഒരുങ്ങാം. അന്ത്യകാലത്തിൻ്റെ ആ ദിവസങ്ങളിലാണ്, ആ കാലത്തിലാണ് നമ്മളെന്ന് എപ്പോഴും ഓർക്കാം. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കാൻ നമുക്ക് ഈ 3 ദിവസം പ്രയോജനപ്പെടുത്താം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.